ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്തിട്ട് വെള്ളമൊക്കെ മാറ്റി എന്നെടുത്തതാണേ. നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണേ. തേങ്ങാപ്പാൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ അരിയുടെ ഒപ്പം തന്നെ ഈ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ നന്നായിട്ട് അരച്ചത് ഞാൻ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ. നല്ല ഫൈനായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ലായനി റെഡിയാക്കണേ. അപ്പം ഞാനിതൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരാവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു ലായനി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഈ ചെറിയ ഒരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ മാവിലേക്ക് ഈ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. മാവ് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇതുപോലൊരു വെള്ളം പോലെ ഇങ്ങനെ ആയിരിക്കേണ്ടത്. ഇനി നമുക്ക് ചെറിയൊരു കുഴിവുള്ള ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. കുറച്ച് തേങ്ങ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത്, നമുക്ക് അതും കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആ കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഈ എണ്ണയോട് കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിന് ഒരു 2-3 മിനിറ്റ് മുമ്പ് ചേർത്താൽ മതിയേ. ഉണ്ടാക്കാനായിട്ട് ചെറിയ കുഴിവുള്ള ഒരു ചട്ടി തന്നെ എടുക്കുക. 1 ടീസ്പൂണുള്ള എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാമേ. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിയുകയും വേകാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയേ. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ മൊരിഞ്ഞ് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.